ഇവിടെ ഹോളിവുഡ് ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് മതി, മോളിവുഡ് മതി. വെറൈറ്റി പടമാണ് മോളിവുഡ് ടൈംസ്. അതായത് നിങ്ങൾ മുകുന്ദൻ ഉണ്ണി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഈ പടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്കത് അറിഞ്ഞാൽ മതി. ഡാർക്ക് കോമഡിയുടെ ഒരു വേറൊരു തലം സിനിമ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിട്ട് നമ്മുടെ ജീവിതമായിട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നീറ്റ്ലി അഭിനയം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. മലയാളത്തിനൊരു നസ്ലൈൻ ഉണ്ടെന്നാണ് പറയാനുള്ളത്. ആ നടൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ്, അയാളുടെ ഡയലോഗ് ഡെലിവറി, നടത്തം, നോട്ടം, ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതിൽ ഒക്കെ നസ്ലൈൻ ആസ് ആൻ ആക്ടർ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് മോളിവുഡ് ടൈംസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നെസ്ലിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ക്യാരക്ടർ ഇത്രയും മെച്യൂർ ആയിട്ട് ചെയ്തു പോകുന്നുള്ളത്. അഭിനവ് സുന്ദർ നായക് എടുത്തു പറയേണ്ടതും ഈ മനുഷ്യനെ പറ്റിയാണ്. ഒരു രക്ഷയില്ലാതെ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. സിനിമയ്ക്കകത്ത് സിനിമയുടെ കഥ പറഞ്ഞ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയ്ക്കകത്തെ ചതിക്കഥ പറഞ്ഞ സിനിമയിലെ ടോപ്പ് പടം കിട്ടില്ല പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം. ഐ റിയലി ലൈക്ക് ദിസ് മൂവി. കിടിലം പടം, അടിപൊളി പടം, ഒരു രക്ഷയുമില്ല. അങ്ങനെ എന്താണോ ഉദ്ദേശിച്ചത് അത് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ചെറുപ്പം പോലെ സിനിമ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വർക്കാകുന്ന എന്തോ ഒരു മാജിക്കൽ ഫീൽ നമുക്ക് തരുന്നൊരു സാധനമാണ്.